ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ദൈവമക്കൾ എന്ന ഒരു മഹത്വമേറിയ പദവി ലഭിച്ചിട്ടുണ്ട്. അതിൽ നാം അഭിമാനിക്കുന്നവരുമാണ്. അതോടൊപ്പം നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളോടുള്ള ബന്ധത്തിൽ തിരുവചനം മറ്റു പല പദവികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ കൊമ്പുകളാകുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ ആകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് തുടങ്ങി വിവിധ പദവികളിലുള്ളതിൽ ഒന്നത്രേ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 9 യു ആർ ഗോഡ്സ് ഹസ്ബൻഡറി. നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. ഒരു കെട്ടിടം തനിയെ ഉണ്ടാകുന്നില്ല, അതിൻ്റെ പിന്നിൽ ഒരു പണി നടക്കേണ്ടിയിരിക്കുന്നു. ആയതുപോലെ ഒരു പറമ്പിൽ നട്ടുവളർത്തുന്ന ചെടികളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ ഒരു അധ്വാനമുണ്ട്. നട്ടുവളർത്തുന്ന ചെടികളുടെയും വൃക്ഷങ്ങളുടെയും കൃഷിക്കാരൻ വളരെ ഉത്തരവാദിത്തത്തോടെ കൃഷി നടത്തുന്നു. ഇവിടെ ഒരു കൃഷിക്കാരനെ തിരുവചനം പരിചയപ്പെടുത്തുന്നു. അത് ദൈവം തന്നെയാണ്. ഈ കൃഷിക്കാരനായ ദൈവം കൃഷി നടത്തുന്നത് നമ്മിൽ ഓരോരുത്തരിലുമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു കാലത്ത് തരിശു ഭൂമിയും ഭൂമിയുടെ ശാപത്തിൻ്റെ പ്രതീകങ്ങളായ മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഓരോ പറമ്പുകളായിരുന്നു നാം ഓരോരുത്തരും. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ പറമ്പുകളെ ദൈവം വിലയ്ക്ക് വാങ്ങിയ നിമിഷം നമ്മിലെ ശാപാവസ്ഥകളായ മുൾച്ചെടികളെയെല്ലാം മൂടോടെ പിഴുതെറിയപ്പെട്ടു. എന്നിട്ട് നമ്മുടെ നിലത്തെ ശുദ്ധീകരിച്ച് കൃഷിക്ക് യോഗ്യമായ ഒരു നിലമാക്കി മാറ്റി. ഒരു കൃഷിക്കാരൻ തൻ്റെ നിലത്തു നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് വിത്തുകൾ പാകുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ വലിയ പ്രതീക്ഷകളോടെ തന്നെ നമ്മുടെ കൃഷിക്കാരനാം ദൈവം തൻ്റെ ആത്യന്തികമായ ഉദ്ദേശ്യം നിറവേറ്റുവാൻ വേണ്ടി പലതും നമ്മിൽ നട്ടുപിടിപ്പിച്ചു. പല വിത്തുകൾ നമ്മിൽ പാകുകയുണ്ടായി. എന്നിട്ട് പരിപാലനത്തിൻ്റെതായ തടവും കൃപയുടേതായ വളവും പരിശുദ്ധാത്മാവിൻ്റെ വെള്ളവും നൽകി പ്രതീക്ഷയുടെ കണ്ണുകൾ കൊണ്ട് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മിൽ കനിഞ്ഞനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ പരിപാലനം, കൃപ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഇവ നാം എന്ന പറമ്പിൽ ആഴ്ന്നിറങ്ങട്ടെ. ദൈവത്തിൻ്റെ കൃഷിക്ക് പറ്റിയ ഒരു നല്ല നിലമായി നമുക്ക് നിലകൊള്ളാം. കൃഷിക്കാരൻ ഏറെ അധ്വാനിച്ചതിനും ഏറെ ചെലവാക്കിയതിനും തക്ക ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാം. നല്ല വിളവെടുപ്പ് കിട്ടുന്ന കൃഷിക്കാരൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷം നമ്മുടെയും കൃഷിക്കാരൻ്റെ മുഖത്ത് നാം നിമിത്തം വിരിയട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.